മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ ഇപ്പോൾ ആദിലയും നൂറയും അനുമോളുമെല്ലാം ഇന്നലത്തെ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. അനുമോള് ഇന്നലെ രാത്രിയിൽ ആര്യൻ വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആര്യനും അക്ബറിനും ദോശ ചുട്ടുകൊടുത്തത് ഏറ്റവും കൂടുതൽ പ്രശ്നമാക്കിയത് ആദിലയും നൂറയുമായിരുന്നു. അതിനെക്കുറിച്ചാണ് ഇപ്പോൾ നൂറ പറയുന്നത്. രാവിലെ കുറച്ച് ചെറുപയർ ചോദിച്ചപ്പോൾ നീ എന്താണ് പറഞ്ഞത്? നെവീൻ ഒരു ചെറിയ സവോള ചോദിച്ചപ്പോഴും നീ എന്താണ് പറഞ്ഞത്? എല്ലാവർക്കും കൂടി ഉള്ളതാണ്, അതിൽ നിന്നും എടുക്കാൻ പറ്റില്ലെന്ന്. പിന്നെ രാത്രിയിൽ നീ പോയി കടലമാവ് വെച്ച് ദോശ ചുട്ടത് എന്തിനാ? അതും എല്ലാവർക്കുമുള്ള റേഷൻ തന്നെയാണ്. അപ്പോൾ അനുമോള് പറയുന്നത് സവോളയും ചെറുപയറും പോലെ അല്ല കടലമാവ്. കടലമാവ് നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല, റേഷനാണ്, എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കേണ്ടതാണ്, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ കടലമാവ് നമ്മളിവിടെ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് മുഖത്തിടാൻ വേണ്ടിയാണ്. വല്ലപ്പോഴും എന്തെങ്കിലും ഉണ്ടാക്കാൻ എടുത്താലേ ഉള്ളൂ. പക്ഷേ സവോള നമുക്ക് കുറവാണ്. പിന്നെ ചെറുപയർ പിറ്റേ ദിവസം ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി വെച്ചേക്കുന്നതാണ്. അതിൽ നിന്നും കുറച്ച് തന്നാൽ പിറ്റേ ദിവസം ഷോർട്ടാകും, അതുകൊണ്ടാണ്. ഉടനെ ആദിൽ ചോദിക്കുന്നത്, പിന്നെ നീ എന്തിനാണ് ആ തൈര്, അതായത് പിരിഞ്ഞു പോയ പാല് അനീഷിന് കുടിക്കാൻ കൊടുത്തത്? അതും എല്ലാവർക്കും കൂടി വന്നതല്ലേ, നീ എന്തിനാണ് അത് അനീഷിന് കൊടുത്തത്? അപ്പോഴും അനുമോള് പറയുന്നത് അത് പിരിഞ്ഞു പോയി, അത് വെച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല, കുടിക്കാൻ തരാവോ എന്ന് അനീഷേട്ടൻ ചോദിച്ചപ്പോൾ കളയണ്ടല്ലോ എന്ന് കരുതി അനീഷേട്ടന് കുടിക്കാൻ കൊടുത്തു. ഉടനെ ആദില പറയുന്നുണ്ട്, നീ ചെയ്യില്ലായിരിക്കും, പക്ഷെ ഇവിടെ ചെയ്യാൻ പറ്റുന്നവരുണ്ട്, അവര് ചെയ്തോട്ടെ, നിനക്ക് മാത്രമല്ല ഇവിടെ കിച്ചണിൽ ചെയ്യാൻ പറ്റുന്നത്. ഉടനെ അനുമോള് പറയുന്നുണ്ട്, ഞാനാണെങ്കിൽ പനീർ ഉണ്ടാക്കാൻ പോകില്ല, അത് വെച്ച് നീ ഉണ്ടാക്കണ്ട, ഇവിടെ ഉണ്ടാക്കുന്നവരുണ്ട്, നെവീൻ ഉണ്ടാക്കിയല്ലോ, നീ ആരാ, കിച്ചൺ ദേവതയോ? ഇതെല്ലാവരുടെയും കൂടെ വീടാ, എല്ലാവരും കിച്ചണിൽ കയറുമെന്നൊക്കെ പറയുന്നു. അങ്ങനെ ഇന്നലെ രാത്രിയിൽ കടലമാവ് എടുത്തതിനെ കുറിച്ചുള്ള പ്രശ്നം ഇപ്പോഴും നീണ്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ അനുമോള് കടലമാവ് എടുത്തതിലല്ല പ്രശ്നം, നൂറ കുറച്ച് ചെറുപയർ ചോദിച്ചപ്പോൾ കൊടുത്തില്ല, പിന്നെ എന്തുകൊണ്ട് കടലമാവ് എടുത്ത് ദോശ ഉണ്ടാക്കിയെന്നാണ് ഇവരുടെ ചോദ്യം. പക്ഷെ ആദിലയുടെയും നൂറയുടെയും ഈ വഴക്ക് കണ്ടിട്ട് ഒരു കാര്യവുമില്ലാതെ വഴക്കുണ്ടാക്കി അനുമോളെ അകറ്റാൻ നോക്കുന്നത് പോലെ, അല്ലെങ്കിൽ അനുമോളുമായി ഒരു ഡിസ്റ്റൻസ് ഇടാൻ ശ്രമിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നോക്കാം, കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.